السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒറ്റ ഹദീസ് മതി ആ ഒരു സൂറത്തിന്റെ ശ്രേഷ്ഠത പ്രാധാന്യം മനസ്സിലാക്കാൻ. അതൊന്ന് മതിയാകുമെന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന 4 ആയത്തുകളുള്ള ഈ ഒരു സൂറത്ത്, ഇതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്ന ഹുബ്ബക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. ഈ ഒരു സൂറത്തിനോടുള്ള ആ ഒരു ഇഷ്ടം മാത്രം മതി നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് നീ ആ സൂറത്ത് ഓതണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അതിനോടുള്ള ഇഷ്ടം മാത്രം മതി നിന്നെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണമെങ്കിൽ എത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ മറ്റൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, വജബത്, ഇതാ നിനക്ക് നിർബന്ധമായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അത്ഭുതമായി സംശയമായി, എന്താണ് നിർബന്ധമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ ആ സ്വഹാബിക്ക് എന്താണ് റസൂലേ നിർബന്ധമായത്, മാദാ യാ റസൂലല്ലാഹ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്ന, സ്വർഗ്ഗമാണ് അദ്ദേഹത്തിന് നിർബന്ധമായത് എന്നാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് പാരായണം ചെയ്യുന്ന, അതേപോലെ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ സൂറത്ത് എത്രത്തോളം പ്രാധാന്യമുള്ള, എത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് എന്നുള്ളത് നമുക്ക് ഈ 2 ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു സൂറത്തിനോടുള്ള ഇഷ്ടം, മുഹബ്ബത്ത്, അത് സ്വർഗം നേടിയെടുക്കാൻ കാരണമാകുന്നത്? കാരണം അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കാനാവുകയുള്ളൂ എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തിന് അമീറായി കൊണ്ട് ഒരു സ്വഹാബിയെ നിയോഗിക്കുകയാണ്. അതല്ല, മറ്റൊരു നാട്ടിൽ ഒരു ഇമാമായി കൊണ്ട് ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചു. അങ്ങനെ ആ വ്യക്തി എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു സൂറത്ത് ഓതി അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് കൊണ്ടായിരിക്കും. എല്ലാ നമസ്കാരവും അതേ രൂപത്തിൽ അദ്ദേഹം നിർവഹിക്കുന്നത് കണ്ട് മറ്റുള്ള സ്വഹാബികൾക്ക് സംശയമായി. അങ്ങനെ ആ സ്വഹാബികൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, സൂറത്തുൽ ഖുർആനിൽ മറ്റുള്ള സൂറത്തുകളിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് സൂറത്തുൽ ഇഖ്ലാസ് മാത്രം നിങ്ങൾ പാരായണം ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം, എനിക്ക് നമസ്കാരത്തിൽ ഈ സൂറത്ത് ഓതാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഇമാമായി നിർത്തിയാൽ മതി എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബികൾ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പരാതിയായി പറയുകയാണ്.
ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തൊന്നും കുറ്റമൊന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്, നിങ്ങൾ പോയി ആ ഇമാമിനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ നമസ്കാരത്തിലും അപ്രകാരം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലി അന്നഹാ സിഫത്തുർ റഹ്മാൻ ഫഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അതായത് ഈ സൂറത്ത് എന്നുള്ളത് അത് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ്. അല്ലാഹുവിന്റെ നാമങ്ങളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ട് ആ സൂറത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കാരത്തിൽ അത് പാരായണം ചെയ്യാനും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി പറയുകയാണ്. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടം കൊണ്ട് സംസാരിക്കാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന, വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ അദ്ദേഹത്തിന് അറിയിക്കണം, ഈ സൂറത്തിന് ഇഷ്ടപ്പെട്ട ആ വ്യക്തി, ആ ഇമാമിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അന്നല്ലാഹ യുഹിബ്ബുഹു, അല്ലാഹുവിനും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ സ്നേഹിക്കുന്ന, അത് ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു സൂറത്തിന് ഇഷ്ടപ്പെടുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും ഏറ്റവും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അഖ്ബിറൂ, നിങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കൊടുക്കുക, അന്നല്ലാഹ യുഹിബ്ബുഹു, അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. മറിച്ച് ആ സൂറത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മഹത്തരമായ ആ ഒരു സൂറത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കും ആ സ്വർഗ്ഗലോകത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ ആ ഒരു സൂറത്തിന്റെ പ്രത്യേകത എന്നുള്ളത്? എങ്ങനെയാണ് ആ സൂറത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്? കാരണം അതിലുള്ള ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഇഷ്ടവും അതേപോലെ ആ സ്വർഗവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സൂറത്ത് അവതരിപ്പിക്കാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില യഹൂദികളായ ആളുകൾ വന്ന് ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അവരുടെ സംശയം എന്നുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ അല്ലാഹു അത് മുസ്ലിമുകളുടെ മാത്രം ദൈവമാണോ? അതല്ല അറബികൾക്ക് മാത്രമുള്ള ദൈവമാണോ? അല്ലെങ്കിൽ ആ അല്ലാഹു എങ്ങനെയാണ് ഉള്ളത്? എന്താണ് ആ അല്ലാഹുവിന്റെ ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ? എന്താണ്? സിഫ്ലന റബ്ബുക്, നിന്റെ റബ്ബിനെ സംബന്ധിച്ച് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുകയാണ്. ഖുൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ്, ആ ദൈവം ഒറ്റ ഒരുത്തനാണ്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല. ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്ന് അവനൊരു പങ്കുകാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മക്കത്തിലുണ്ടായ അറബികളിലായ മുശ്രിക്കുകൾ, അറബിയൻ മുശ്രിക്കുകൾ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹു കഴിവ് കൊടുത്തതിൽ വെച്ച് മറ്റുള്ള പ്രവാചകന്മാരും അമ്പിയാക്കളും അതേപോലെ സ്വാലിഹീങ്ങളും അവരൊക്കെ മലക്കുകളും നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള പങ്കുകാർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാം, ഔലിയാക്കളോട് പ്രാർത്ഥിക്കാം, മലക്കുകളോട് പ്രാർത്ഥിക്കാം, ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകൾ മുശ്രിക്കുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു അല്ലാഹുവിനൊരു പങ്കുകാരനുമില്ല. പക്ഷേ അല്ലാഹു നൽകിയ കഴിവ് കൊണ്ട് നമ്മളെ സഹായിക്കുന്ന പങ്കുകാർ മാത്രമാണ് ഉള്ളത് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അവർ കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലുന്ന തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു പങ്കു
പങ്കുകാരനുമില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. എന്നിട്ട് ശേഷം അവർ പറയും ഇല്ലാ ശരീകൻ ഹുവ ലക്, എന്നാൽ ചില പങ്കുകാർ ഒഴികെ അവർ നിനക്കുള്ളതാകുന്നു. തംലികുഹു വമാ മലക, നീ എന്താണോ കഴിവ് അവർക്ക് നൽകിയിട്ടുള്ളത് ആ കഴിവനുസരിച്ച് മാത്രം അവർ നമ്മെ സഹായിക്കുന്ന അങ്ങനെയുള്ള ചില പങ്കുകാർ നിനക്കുണ്ട് അല്ലാഹുവേ എന്ന് പറയുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അറബികളുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഈ ഒരു തൽബിയത്ത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു വൈലക്കും ഖദ്, നിങ്ങൾക്ക് നാശം, നിങ്ങൾ നിർത്തുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ നിർത്തുക. അതിന് മുമ്പോട്ട് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നാശം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരു ആരാധ്യനില്ല. ലാ ശരീക ല, അവനൊരു പങ്കുകാരനുമില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കെല്ലാം അർഹനായിട്ടുള്ളവൻ അവൻ മാത്രമാകുന്നു. പ്രാർത്ഥിക്കാൻ അർഹൻ, അതേപോലെ എല്ലാ ഇബാദത്തുകൾക്കും അർഹൻ അവന് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിവുകൊണ്ട്, അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് സഹായിക്കുന്ന ഒരു പങ്കാളിയുമില്ല, അതല്ലാത്ത മറ്റൊരു പങ്കാളിയും അള്ളാഹുവിനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരു ഇലാഹില്ല. അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്. എന്താണ് സഹോദരങ്ങളെ സ്വമദ്? അസ്വമദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കുന്നു, പക്ഷേ അല്ലാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല എന്നുള്ളതാണ്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ള അതേപോലെ ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തിലും ബിസി ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ഏർപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹുവിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സൃഷ്ടിയുടെയും ആശ്രയം ആവശ്യമില്ല എന്നാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ ഇബ്നു അബ്ബാസ്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രം, ഇസ്തിആന അല്ലാഹുവിനോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, ദുആ അല്ലാഹുവിനോട് മാത്രം, അതല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ സൃഷ്ടികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്രയിക്കുന്നു. വല്ലാഹുൽ ഗനിയ്യ്, വല്ലാഹുൽ ഗനിയ്യ്, അല്ലാഹു സമ്പന്നനാണ്, അല്ലാഹു ധന്യനാണ്. വഅൻതുമുൽ ഫഖറാ, നിങ്ങളാകട്ടെ ദരിദ്രന്മാരാകുന്നു. അല്ലാഹുവിലേക്ക് എല്ലാ ആശ്രയിച്ചും എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന ആളുകളാണ് നിങ്ങൾ മനുഷ്യന്മാർ, സൃഷ്ടികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ സെക്കൻഡിലുള്ള ഓരോ ചെറിയ വിഷയങ്ങളും അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, അല്ലാഹുവിന്റെ സഹായമില്ലാതെ, അല്ലാഹുവിന്റെ ആശ്രയമില്ലാതെ ഒരിക്കലും നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല, ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ലം യലിദ് വലം യൂലദ്, ലോകത്തിലെ മുഴുവൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾക്കുള്ള മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്. ചില ആളുകൾ അല്ലാഹു പിതാവാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ചില ആളുകൾ അല്ലാഹു മകനാണ്, പുത്രനാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതുമാത്രമല്ല മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പോലും വാദിക്കുന്ന ആളുകൾ ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ മുഴുവൻ വരുന്ന അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഈ ബഹുദൈവ വിശ്വാസികൾക്കുള്ള മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലം യലിദ്, അല്ലാഹു ജന്മം നൽകിയിട്ടില്ല, അല്ലാഹു പിതാവല്ല. അല്ലാഹുവിന് പിതാവ് അബുൻ എന്നുള്ള ഒരു നാമം, ഒരു ഗുണവിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ പിതാവേ എന്ന് നിങ്ങൾ വിളിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടില്ല.
ജനിപ്പിക്കപ്പെട്ടവനുമല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും സന്തതിയല്ല, ആരുടെയും മകനുമല്ല. അല്ലാഹുവിന് ഇബ്നു എന്നുള്ള മകൻ എന്നുള്ള ഒരു ഇസ്മോ ഒരു നാമമോ ഒരു ഗുണവിശേഷണമോ ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവല്ല, അല്ലാഹു മകനല്ല. വ അന്നഹു തആല ജദ്ദു റബ്ബിന, നമ്മുടെ രക്ഷിതാവായ റബ്ബ് ഉന്നതനും മഹാനുമാകുന്നു. മത്തഖദ സാഹിബതൻ വലാ വലദ, അവൻ ഒരു ഇണയെയോ ഒരു പുത്രനെയോ ഒരു മകനെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു അങ്ങേയറ്റം മഹാനാണ്, ഉത്തമനാണ്, ഉന്നതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ഈ ബഹുദൈവ വിശ്വാസികൾക്കുള്ള അവരുടെ വിശ്വാസം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഖണ്ഡിക്കുകയാണ്. നാലാമത് പഠിപ്പിച്ചു കൊടുത്തു വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ അല്ലാഹുവിന് തുല്യമായി മറ്റൊരാളും സൃഷ്ടികളിലില്ല, ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല. അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ പറ്റുന്ന ഒരാളും ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ള ആ ഒരു ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ എന്തായാലും ശരി, അതൊന്നും അല്ലാഹുവിന് അവകാശപ്പെട്ടത് അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? വ അൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് വെള്ളം വർഷിപ്പിക്കുന്നത് ആരാണ്? ഫഅംബത്നാ ബിഹി ഹദായിക ദാത ബഹജ, സസ്യങ്ങളെ മുളപ്പിക്കുന്നത് ആരാണ്? മാ കാന ലക്കും അൻ തുംബിതു ഷജറഹ, നിങ്ങളെ കൊണ്ട് അത് മുളപ്പിക്കാനോ മഴ പെയ്യിപ്പിക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ല. ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ, ദൈവമുണ്ടോ? നിങ്ങൾ ഇതെല്ലാം ചെയ്തു തരുന്ന ബൽഹും ഖൗമുൻ യഅദിലൂൻ, നിങ്ങൾ ആ ഒരു വിഷയത്തിൽ തർക്കിക്കുകയാണ്, നിങ്ങൾ തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അമ്മൻ ജഅലൽ അർള ഖറാറ, നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു തന്നത് ആരാണ്? വജഅല ഖിലാലഹ അൻഹാരൻ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, ആരാണ് ആ ഭൂമിയിലൂടെ നദിയെ ഒഴുക്കുന്നത്, പുഴയെ ഒഴുക്കുന്നത്, കടൽ ഒഴുക്കുന്നത്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ഏതെങ്കിലും ആരാധ്യനുണ്ടോ? ബൽ അക്തറുഹും ലാ യഅലമൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്, നിങ്ങൾക്ക് എന്താ വിവരമില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാഹു, നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസത്തിലുണ്ടാകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്? വയക്ഷിഫുസ് സൂഅ, അതേപോലെ നിങ്ങളുടെ ആ വിഷമം മാറ്റി തരുന്നത് ആരാണ്? വയജഅലുകും ഖുലഫാഅൽ അർദ്, ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റേതെങ്കിലും ദൈവമുണ്ടോ? പിന്നെന്തിനാണ് നിങ്ങൾ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവാണല്ലോ നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി തരുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് അല്ലാഹുവാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ വിളിച്ച്, ആരാധ്യന്മാരെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാതിൽ ബർരി വൽ ബഹ്ർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, ആരാണ് നിങ്ങൾക്ക് കടലിലും കരയിലും വഴി കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് കാറ്റ് അയച്ചു തരുന്നത് ആരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ള ആരാധ്യന്മാരുണ്ടോ, ദൈവമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഉന്നതനാണ്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ഈ വലിയ മഹാപ്രപഞ്ചത്തെ തുടങ്ങി വെച്ചത് ആരാണ്? ആ ഒരു രീതിയിലേക്ക് വീണ്ടും തിരിച്ചയക്കുന്നവൻ ആരാണ്? വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, റിസ്ക് നൽകുന്നത് ആരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ, ആരാധ്യനുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് നൽകാൻ ഖുൽ ഹാതു ബുർഹാനക്കും, എങ്കിൽ നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹു അല്ലാത്ത ആളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, സ്വാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അതിനുള്ള നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരിക്കലും അതിനുള്ള തെളിവ് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അതുകൊണ്ട് വ അന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിനുള്ളതാകുന്നു പള്ളികൾ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ,
അള്ളാഹുവിന്റെ കൂടെ ഒരു ഇലാഹിനെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ അവന് തുല്യനായി മറ്റൊരാരാധ്യനില്ല, മറ്റൊരാളുമില്ല. ലൈസ കമിത്ലിഹി ശൈഉൻ, അവനെ പോലെ ഒരു സൃഷ്ടിയുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ അങ്ങേയറ്റം എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ ഇത്ര വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ഈ തൗഹീദിന്റെ പ്രൗഢോജ്വലമായ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിന് തൗഹീദ് എന്നും തൗഹീദിന്റെ സൂറത്തായി കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സൂറത്തിന് ഈ ഇഖ്ലാസ് എന്നുള്ള പേര് വരാനുള്ള കാരണം, ഇഖ്ലാസ് എന്നതിന്റെ അർത്ഥം ആത്മാർത്ഥത അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സൂറത്ത് ഇഖ്ലാസിന്റെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാക്കി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വസിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഹബ്ബത്തും അതോടൊപ്പം ആ നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ സ്വർഗ്ഗലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിനെ അതിന്റെ ആശയങ്ങളനുസരിച്ച് 3 പാർട്ടുകളായി 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തെ പാർട്ട് എന്നുള്ളത്, ഭാഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങൾ, സിഫത്തുകൾ, അസ്മാകളും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ രണ്ടാമത്തെ പാർട്ട് എന്നുള്ളത് അഹ്കാമുകളാണ്. അതായത് നമസ്കാരത്തെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും ഹറാമുകൾ എന്താണ്, ഹലാൽ എന്താണ്, നിർബന്ധമായിട്ടുള്ള എന്താണ്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതേപോലെ മൂന്നാമത്തെ ഭാഗം എന്നുള്ളത് അൽ ഖസസ്, ചരിത്രങ്ങളാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ചില പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളാണ് ഖുർആനിൽ മൂന്നാമതായുള്ളത്. അപ്പൊ ഇങ്ങനെ 3 പാർട്ടുകളിൽ ഒരു പാർട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട അവന്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സംഗ്രഹമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ഒരു സംഗ്രഹമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹ തഅദിലു സുൽസൽ ഖുർആൻ. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ 4 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്ത് ഖുർആനിലെ 3-1 പകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്ങനെ പറഞ്ഞാൽ ആ സൂറത്തിന്റെ പ്രതിഫലം, അതായത് ഖുർആനിന്റെ 3-1 പാർട്ട് ഓതി കഴിഞ്ഞാൽ എത്രത്തോളം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്, ആ പ്രതിഫലവും ആ ശ്രേഷ്ഠതയും അതിന് ലഭിക്കുമെന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ് 4 ആയത്തുള്ള ആ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ ആ ഖുർആനിന്റെ 3-1 ഭാഗം ഓതിയതിന്റെ പ്രതിഫലവും ശ്രേഷ്ഠതയും ലഭിക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾ അലിഫ് ലാം മീം ഒന്ന് ഓതി കഴിഞ്ഞാൽ ഓരോ ഹർഫിന് 10 പ്രതിഫലമാണ്. അങ്ങനെ അലിഫ് ലാം മീം ഒന്ന് ഓതി കഴിഞ്ഞാൽ 30 പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ ഖുർആനിൽ 30 ജുസുകളാണുള്ളത്. അങ്ങനെ ആ 30 ജുസുകളെ 10ആക്കി 3ആക്കി നമ്മൾ പാർട്ടാക്കി കഴിഞ്ഞാൽ അതിൽ 10 ജുസ്, ഒരു 10 ജുസ് നമ്മൾ ഓതി കഴിഞ്ഞാൽ എത്ര അതിൽ ഹർഫുണ്ടോ അതിൽ ഓരോ ഹർഫിനും 10, ഓരോ അക്ഷരത്തിനും 10 എന്ന നിരക്ക് കൂലി വെച്ചാൽ എത്ര പ്രതിഫലമാണോ ലഭിക്കുന്നത്, അത്ര പ്രതിഫലം ഈ സൂറത്തുൽ ഇഖ്ലാസ് 4 ആയത്തുകളെ ഉള്ള ഈ ഒരു സൂറത്ത് മാത്രം പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബ ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഉഖബ വ ഉഖബ അലാ ഉഅല്ലിമുക സിവറൻ മാ ഉൻസിലത് ഫിത് തൗറ വലാ ഫിസ് സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഫുർഖാനി മിത്ലഹുൻ. വ ഉഖബ, നിനക്ക് ഞാൻ ചില സൂറത്തുകൾ പറഞ്ഞു തരാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് തൗറാത്തിലുമില്ല, അതേപോലെ ഇൻജീലിലുമില്ല, സബൂറിലുമില്ല. എന്തിനു പറയണം, പരിശുദ്ധ ഖുർആനിൽ പോലും അങ്ങനെയുള്ള മറ്റൊരു സൂറത്തുകൾ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, ലാ യഅതിയന്ന അലൈക ലൈലതൻ ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ, ഒരു രാത്രിയും നിന്നിൽ നിന്ന് വിട്ടുപോകരുത് ആ സൂറത്ത് പാരായണം ചെയ്യാതെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. നീ പറയണം, നീ ഓതണം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ ഫലഖ് നീ ഓതണം. വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതേപോലെ സൂറത്തുൻ നാസ് നീ പാരായണം ചെയ്യണം എല്ലാ രാത്രികളിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ മറ്റൊരിക്കൽ ഒരു സ്വഹാബി പറയുകയാണ്, കൂരിരുട്ട്, നല്ല ശക്തമായ മഴ, ഭയപ്പെടുത്തുന്ന ആ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ, നീ പറയണം. അപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, മാ അഖൂലു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ എന്താണ് പറയേണ്ടത്? പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം. അദ്ദേഹം സ്വഹാബി ചോദിച്ചു, മാ അഖൂൽ, ഞാൻ എന്താണ് റസൂലേ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്നുള്ള ആ സൂറത്ത് നീ ഓതണം. വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ ഫലഖ്. അതേപോലെ വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൻ നാസ് നീ ഓതണം. ഹീന തുംസി വതുസ്ബിഹു 3 മറات, രാവിലെയും വൈകുന്നേരവും നീ 3 തവണ ആ സൂറത്ത് ഓതണം. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, അങ്ങനെ നീ ഓതുകയാണെങ്കിൽ എല്ലാ ശർറുകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ ആ 3 സൂറത്ത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാ ശർറുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പൈശാചികമായ പ്രേരണകളിൽ നിന്നും പൈശാചികമായ ബാധകളിൽ നിന്നും ഒക്കെ രക്ഷ ലഭിക്കാൻ ഈ 3 അധ്യായങ്ങൾ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിന് തുല്യമായ മറ്റൊരു സൂറത്ത് ഖുർആനിലോ അതല്ലെങ്കിൽ മറ്റുള്ള തൗറാത്തിലോ ഇൻജീലിലോ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഈ സൂറത്ത്, ഈ 3 സൂറത്ത് ഓതുമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളും ചേർത്ത് പിടിച്ച് അതിലേക്ക് ചെറുങ്ങനെ ഓതി 3 പ്രാവശ്യം ഊതിക്കൊണ്ട് ആ 3 സൂറത്ത് ഓതി ശരീരം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടങ്ങുമായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വിത്ർ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. അത് മാത്രമല്ല, ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതേപോലെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമായിരുന്നു. അതേപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല, കഅബ തവാഫ് ചെയ്തതിനു ശേഷം മഖാം ഇബ്രാഹിമിന്റെ ആ ബാക്കിൽ നിന്ന് നമസ്കരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഏറ്റവും പ്രബലമായ, ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, എളുപ്പത്തിൽ പ്രതിഫലങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഈ സൂറത്തിനെ സ്നേഹിക്കുന്ന, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ശിർക്ക് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ സൂറത്തിനെ കൈയൊഴിയാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സൂറത്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക.
ശ്രമിക്കുക. അതോടൊപ്പം അതിന്റെ ആശയം മനസ്സിലാക്കി ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും അതേപോലെ സ്വർഗ്ഗവും ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. കടം കൊണ്ടും അതേപോലെ മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. اللهم اجعل لنا من كل هم فرجا ومن كل بلاء عافية. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله